ഈ ബ്രൂണോ സുൽത്താനെ കാണാൻ ഇവിടുത്തെ സുൽത്താൻ പോയിട്ടുണ്ട്. അതുവഴി സിംഗപ്പൂർ കറങ്ങി അദ്ദേഹം തിരിച്ചു വരുന്നതായിട്ട് ഈ ഒരു സന്ദർശനം ഏതാണ്ട് 40 കൊല്ലത്തിനപ്പുറം 40 കൊല്ലം മുമ്പെങ്ങാണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ബ്രൂണോയിൽ പോയിട്ടുണ്ടെന്നു. അതിന് 40 കൊല്ലം സന്ദർശനം കൊണ്ട് നമുക്ക് ഇന്ത്യക്ക് ഗുണം ഉണ്ടാകുമോ? അതുപോലെ സിംഗപ്പൂർ സന്ദർശനം അതിനായിരിക്കുമല്ലോ പ്രധാനമന്ത്രി അവിടെ പോയിരിക്കുന്നത്. ബ്രൂണെ സാംസ്കാരികമായിട്ട് ആ ഒരു പ്രദേശമുണ്ട്. ബ്രൂണെ മലേഷ്യ, ഇന്തോനേഷ്യ, ബ്രൂണെ, സിംഗപ്പൂർ നമ്മളുമായിട്ട് വളരെയധികം കൾച്ചറൽ അഫിനിറ്റി ഉള്ള പ്രദേശമാണ്. കാരണം അവിടെയൊക്കെ ഒരു സംസ്കാരമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള രാജാക്കന്മാർ അവിടെ പോയി അവിടെ ഭരണം പിടിക്കുകയും അവിടെ 2 ഇന്ത്യൻ രാജവംശം ഉണ്ടായിരുന്നു ആ പ്രദേശത്ത്, അവിടെ മെയിൻലാൻഡിൽ. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ രാമായണം മഹാഭാരതമൊക്കെ തന്നെ അവിടുത്തെ അവരുടെ കഥകളിലുണ്ട്. അവിടുത്തെ എനിക്ക് ഇന്തോനേഷ്യയിലെ രാമായണത്തിൽ ഹനുമാൻ കല്യാണം കഴിക്കുന്നുണ്ട്, ബ്രഹ്മചാരിയല്ല കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മളെ ആർട്ട് ഫോമൊക്കെ അവിടെ ഉണ്ട്, നമ്മുടെ ഭരതനാട്യം ഇങ്ങനെയുള്ള ഡാൻസ് ഫോമൊക്കെ. കാരണം അവിടെ അധികം ബംഗാളിലെ രാജാക്കന്മാരും പിന്നെ തമിഴ്നാട്ടിലെ രാജാക്കന്മാർക്കായിരുന്നു അവിടെ പിന്നെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ കോളനികളായിരുന്നു, ഓൾമോസ്റ്റ് ഇന്ത്യൻ കോളനിയായിരുന്നു. ബംഗാൾ ഉൾക്കടൽ കഴിഞ്ഞ അപ്പുറത്ത് ഈ രാജ്യങ്ങളാണല്ലോ. അപ്പം ആ ഒരു പ്രദേശമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഭാഗമാണ് ഈ സിംഗപ്പൂരും ബ്രൂണയും പോയി. പിന്നെ ബ്രൂണൈ ലോകത്ത് അതീവ സമ്പന്നമായ രാജ്യങ്ങളൊന്നാണ്. ബ്രൂണൈ സുൽത്താൻ ലോകത്ത് ഏറ്റവും സമ്പന്നമായ ഒരാളാണ്. അപ്പം ബ്രൂണായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ബ്രൂണൈ സുൽത്താന്റെ പിന്നെ ഒരു 10 വർഷം 15 വർഷം മുമ്പ് മീഡിയ അഡ്വൈസർ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്തിരുന്ന മലയാളിയാണ്, കോഴിക്കോട്ട് തന്നെയാണ്. അപ്പം അത് ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്ത് പിന്നെ അത് കിട്ടി അങ്ങോട്ട് പോയി. വലിയ ശമ്പളക്കാരെന്ന് പറയുന്നുണ്ട്. അപ്പൊ മാത്രമല്ല ഇവരൊക്കെ തന്നെ ഈ രാജ്യത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ പലപ്പോഴും നമ്മൾ അറിയാത്ത പല ഡിസ്കഷൻസ് നടക്കുന്നത് ഇവിടെയൊക്കെയാണ്, ഇത്തരം പ്രദേശങ്ങളിലാണ്. പെട്ടെന്ന് നമ്മുടെ ബ്രൂണൈ എപ്പോഴും ഇവിടെ എലൂസീവ് ആയിട്ടുള്ള രാജ്യം. ഇത്ര സമ്പന്നാണെങ്കിൽ പോലും ന്യൂസിലൊന്നും അവരെപ്പോഴൊന്നും വരാറില്ല. നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ കണ്ടുപിടിക്കാന്നല്ലാതെ. അപ്പോൾ ഒരു എലൂസീവായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത് ഈ പുത്തൻ പണക്കാരല്ല ഈ പൈസ കാണിച്ച് ബെൻസൊക്കെ എടുത്ത് പിന്നെ അവസാനം CC അടിക്കാതെ പിടിച്ചിട്ടുണ്ടത്. ഇവർക്ക് ഈ ബെൻസ് അല്ല, ഇങ്ങനെ അവിടുത്തെ രാജാവിന് സ്വന്തമായിട്ട് ഒരു റോൾസ് റോയ്സ് സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് 22 കാരറ്റ്. അയ്യോ, ഇന്നാളെ എവിടത്തെ ഞാൻ വായിച്ച് പറഞ്ഞോണ്ട് പറയും 400, 600 ആയിരക്കണക്കിന് വണ്ടിയാ, എല്ലാം കൂടിയ വണ്ടികൾ. നാച്ചുറൽ റിസോഴ്സസ് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ഭയങ്കര പൈസക്കാരാണ്. പക്ഷെ അയാൾ ഈ പറഞ്ഞതിന്റെ മാതിരി അത് അവിടെയൊക്കെ കാണിക്കുക ഇന്റർനാഷണലി മുമ്പ് ഇങ്ങനെ പൈസക്കാരായിട്ട് ഇങ്ങനെ എഴുതി നടക്കാവുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ പല ഇന്റർനാഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യപ്പെടുക, സേഫായി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 2 സിംഗപ്പൂർ എന്ന് വെച്ചാൽ സിംഗപ്പൂർ നമുക്ക് ഓൾറെഡി വളരെ പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് ഉള്ള ഒരു പ്രദേശമാണ്. സിംഗപ്പൂർ ഒരിക്കൽ പ്രസിഡന്റ് തന്നെ ഇന്ത്യക്കാരനായിരുന്നു, മലയാളിയായിരുന്നു, രാജൻ നായർ ആ മലയാളിയായിരുന്നു. അപ്പം നമ്മുടെ രാജൻപിള്ളയൊക്കെ അവിടെ അല്ലേ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം സിംഗപ്പൂർ നല്ലൊരു ഇന്ത്യൻ ഡയസ്പോറ ഉള്ള സ്ഥലമാണ്. ഡയസ്പോറ മാത്രമല്ല ഇന്ത്യൻ കൾച്ചറിന് അവരുടെ സാമൂഹിക ജീവിതത്തിൽ അവിടെ ക്രിസ്ത്യാനികളും ബുദ്ധിസ്റ്റുകളൊക്കെയാണ്. പക്ഷെ അവിടെ ഇന്ത്യൻ സംസ്കാരത്തിന് അവരുടെ സാംസ്കാരിക ജീവിതത്തിൽ വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല ട്രേഡ് ഹബ്ബ് കൂടിയാണ്. ഇപ്പം വിഴിഞ്ഞം അതുപോലെ തന്നെ കണ്ട്ല പോർട്ടൊക്കെ വരുന്നവരെ ഇന്ത്യയിലേക്കുള്ള ട്രേഡ് പ്രധാനമായി നടന്നിരുന്ന സിംഗപ്പൂർ പോർട്ടാണ്. നല്ലൊരു നാച്ചുറൽ പോർട്ടുണ്ട് അവിടെ. സിംഗപ്പൂർ ദുബായ് പോർട്ടുകൾ വഴിയാണ് നമ്മളെ ട്രേഡ് കൊളംബോ പിന്നെ പ്രധാനമായി നടന്നുകൊണ്ട്. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഈ തന്ത്രപ്രധാന മേഖലയാണ് ഈ പ്രദേശം. ഈ തന്ത്രപ്രധാന മേഖലയിൽ പ്രധാനമായും ചൈനയ്ക്ക് നല്ല സ്വാധീനമുണ്ട്. പിന്നെ സിംഗപ്പൂരിലുണ്ട്. ഇവിടെയൊക്കെ പിന്നെ ചൈനീസ് വംശജരുണ്ട് അവിടെ. അപ്പം അവിടെയൊക്കെ പിന്നെ ചൈനയ്ക്ക് നല്ല സ്വാധീനമുണ്ട്. അവിടെ നമ്മളിപ്പം നമ്മുടെ ആ സ്വാധീനം ഒപ്പിക്കാനുള്ള ശ്രമമാണ്. അതിന്റെ ഭാഗമായി അത് വളരെ കാലമായിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ഒരു പരിപാടി ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അതിപ്പം ഇദ്ദേഹത്തിന്റെ കാലത്ത് മാത്രമല്ല, എനിക്ക് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആദ്യം തുടങ്ങുന്നത്. നോർത്ത് ഈസ്റ്റിലേക്കും അതുവരെ പോകാത്ത രാജ്യം രാജീവ് ഗാന്ധി ചൈനയിലൊക്കെ പോയിരുന്നു, ബന്ധങ്ങൾ സ്ഥാപിച്ചു. അതായത് നരസിംഹറാവു കൊറിയയിലൊക്കെ പോയി. അങ്ങനെയാണ് നമ്മുടെ ഈ ഹിറ്റാച്ചി അല്ല ഈ ഹുണ്ടായി കാറുകളൊക്കെ അന്ന് എനിക്ക് ദൂരദർശനിൽ ഈ വിസിറ്റുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കാർ ഫാക്ടറികളൊക്കെ കാർ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിരുന്നു. ഇന്നലെ യൂട്യൂബിൽ ഇതൊക്കെ കാണാൻ പറ്റും. അതപ്പോ നമ്മളിങ്ങനെ 5 മിനിറ്റ് സെക്കൻഡ് ഇങ്ങനെ മിന്നി പോകുമ്പോൾ നോക്കി നിന്നിട്ടുണ്ട്. ഇങ്ങനെ ട്രെയിനിൽ വന്ന് കാർ ഇങ്ങനെ എടുത്തു വെക്കും. അപ്പൊ ആ കാറുകളുടെ ഒരു ലുക്ക് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കാറുകൾ പോലെ ആയിരുന്നില്ല. അതാണ് പിന്നെ സീലോ വന്നല്ലോ ഇവിടെ. സീലോ എന്നവരുടെ അവരുടെ വണ്ടി ആയിരുന്നല്ലോ DCM സീലോ, അവിടുത്തെ ദേവു കമ്പനി. അപ്പം ദേവു കമ്പനി വന്നു, പിന്നെ ഹുണ്ടായി വന്നു. ഇതൊക്കെ വിസിറ്റിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ വാജ്പേയിയുടെ കാലത്ത് വാജ്പേയി ഈ സാംസ്കാരിക ബന്ധങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി ഇന്ത്യക്ക് നല്ല ബന്ധമുള്ള സ്ഥലമാണ്. വാജ്പേയി ഇവരുമായിട്ട് ആസിയാൻ രാജ്യങ്ങൾ ആ മേഖലയിലെ രാജ്യങ്ങൾ, അപ്പൊ അവരുമായിട്ട് ബന്ധം ശക്തിപ്പെടും. ലുക്ക് ഈസ്റ്റ് പോളിസി, നമ്മൾ സായിപ്പിനെ മാത്രം നോക്കാതെ ലുക്ക് ഈസ്റ്റ് പോളിസി നമ്മളെ കിഴക്കൻ രാജ്യങ്ങൾ ഏഷ്യയിലുള്ള കിഴക്കൻ രാജ്യങ്ങളെ കൂടി നോക്കുക.
എന്നുള്ളൊരു പോളിസി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വളരെ അന്ന് നിരുപമ സുബ്രഹ്മണ്യനായിരുന്നു ഫോറിൻ സെക്രട്ടറി. ആ സമയത്ത് നമ്മൾ നല്ല ബന്ധം അവരുമായിട്ട് പുലർത്തിയാണ്. അത് കഴിഞ്ഞ് നരസിംഹറാവു വന്നപ്പോൾ നമ്മൾ ഇവരെ കൂടുതൽ അടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് മോഡി അവിടെ പോകുന്നത്. പക്ഷേ മോഡി വന്നതിന് ശേഷം മൂപ്പർക്ക് ഒരു പുതിയ അജണ്ടയുമായിട്ട് ഗ്ലോബലി ചുറ്റിക്കറങ്ങുകയായിരുന്നല്ലോ. അപ്പം ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞ പോലെ അതിവേഗം ബഹുദൂരം ആയതുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ പല ഉച്ചകോടികൾക്കൊക്കെ മൂപ്പര പ്രദേശങ്ങളിലൊക്കെ പോയിരുന്നു. അവിടുത്തെ ആളുകൾ ഇവിടെയും വന്നിരുന്നു. ഇന്തോനേഷ്യയിൽ അന്ന് ആ സമയത്ത് ഭരണത്തിൽ വന്ന ആള് അവിടുത്തെ ഒരു മോഡിയായിരുന്നു. ഈ അഴിമതിക്കാരൊക്കെ ഹെലികോപ്റ്ററിൽ താഴോട്ട്, അയാൾ ജക്കാർത്തയിലെ ഗവർണർ മറ്റായിരുന്നു. ഇന്തോനേഷ്യയിൽ ഒരു ഭരണാധികാരി, അയാൾ പേര് ഞാൻ മറന്നുപോയി. ഇയാളെ പരിപാടി എന്ന് വെച്ചാൽ ഇയാൾ അഴിമതിക്കെതിരെ പോരാടുന്ന പേരെടുത്ത ആളാ. ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അഴിമതിക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് മോളിന്ന് താഴോട്ട് ഇറങ്ങി ഏതാണ്ട് ഇയാൾ വന്ന് ഞാൻ കൊന്നിട്ടുണ്ടെന്ന്. ഇയാൾ മേഘായിരുന്ന സമയത്ത് മേഘായിരുന്നു ഈ ജക്കാർത്തയെന്ന് തോന്നുന്നു. അപ്പം മോഡിക്ക് പറ്റിയ ഒരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വളരെ ശക്തനായ ഭരണാധികാരി. മോഡി ഇങ്ങനെ ചെയ്യുന്നല്ല പറഞ്ഞു, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇയാളൊരു മോഡിക്ക് നല്ല ബന്ധമായിരുന്നു. പക്ഷെ അവിടെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാമിക തീവ്രവാദം അവിടെ ശക്തിപ്പെടുന്നുണ്ട്. ഇപ്പം ഇന്തോനേഷ്യയിൽ ബാലിയിലൊക്കെ ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പൊ ഈ ഇന്ത്യയുമായിട്ട് ക്ലോസ് ആയി നിൽക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ മുമ്പേ എത്തി പ്രശ്നം ഉണ്ടാക്കി. അവിടെ ഒരു മാഫിയ, ദാവൂദ് ഇബ്രാഹിമിന്റെ മാഫിയൊക്കെ എസ്പെഷ്യലി തായ്ലാൻഡ് അടുത്തുള്ള പ്രദേശങ്ങൾ വളരെ സജീവമാണ്. അപ്പം അതുപോലെ തന്നെ നമ്മളും അവിടെ സജീവമാണ് ആ രംഗത്ത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇയാളുണ്ടല്ലോ ചോട്ടാരാജനെ പണ്ട് ദാവൂദ് ഇബ്രാഹിം നടത്തി മാറ്റിക്കൊണ്ട് ഡോവല് സേഫായി താമസിപ്പിച്ചത് അവിടെയാണ്, തായ്ലാന്റില്. അവിടെ ഈ അധോലോകമുണ്ട്. ഈ അധോലോകത്തിൽ ഡോവലിന് ബന്ധമുണ്ട്, പാകിസ്ഥാനും ബന്ധമുണ്ട്. അപ്പം നമ്മൾക്കെതിരെ പിന്നെ ചൈനയായിട്ടൊരു നമ്മളോടുള്ളത് പോലെ തന്നെ ഒരു അഫിനിറ്റി അവർക്ക് ചൈനയായിട്ടുണ്ട് വംശീയമായിട്ട് നോക്കുമ്പോൾ ചൈനീസ് ലുക്കുള്ള ആളുകളാണ്. പക്ഷെ നമ്മളും തമിഴന്മാരും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസം അവരുടെ ഇടയിലുണ്ട്. അങ്ങനെ സിംഗപ്പൂരൊക്കെ ഇവരും തമ്മിൽ കലാപമായിരുന്നു, മലേഷ്യൻസും. അങ്ങനെയാണ് സിംഗപ്പൂർ ഒരു രാജ്യമായത് വരുന്നത്. ചൈനീസും തമ്മിൽ കലാപമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചൈനയുടെ സാന്നിധ്യമുണ്ട്, പാകിസ്ഥാന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അവിടെ ആ സമയത്താണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ആ മേഖലയിൽ കൊടുക്കുന്നത്. അപ്പോൾ മോഡി പക്ഷേ കുറച്ചും കൂടി യൂറോപ്പിനെക്കാളും ഇമ്പോർട്ടൻസ് ആദ്യ ഘട്ടത്തിൽ കൊടുത്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹം അത് എനിക്ക് തോന്നുന്നത് റീ അലൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, അത് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തു, ജയശങ്കറിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പം അദ്ദേഹം ലുക്കിസ്റ്റ് പോളിസി സജീവമായിട്ട് റിവൈവ് ചെയ്യാൻ പോകും. അവരുമായിട്ട് നമുക്ക് അതിൽ ചില രാജ്യങ്ങൾക്ക് നമ്മൾ മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്നുള്ള പദവി ഒക്കെ കൊടുത്തിരുന്നു. അതായത് ഈ കച്ചവടത്തിൽ മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന താരിഫിനൊക്കെ ഒരുപാട് ഇളവുകൾ നമ്മൾ പാകിസ്ഥാനുകൾ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പാകിസ്ഥാൻ അതിൻ്റെ ഇടയ്ക്ക് പൊട്ടിച്ചുകൊണ്ട് നമ്മളത് പിന്നെ കൊടുത്തില്ല. അതുപോലെ അവരുമായിട്ട് ആസിയൻ രാജ്യങ്ങൾ നമുക്ക് കരാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ കേരളത്തിലൊക്കെ തേങ്ങ റബ്ബറിനൊക്കെ വില കുറഞ്ഞത്. അത് കേരളത്തിനൊരു തിരിച്ചടിയാണെങ്കിൽ പോലും ഇന്ത്യയെ അവർ നമ്മളെ ബന്ധം നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാട് ഈ മെയ്ഡ് ഇൻ മലേഷ്യ, മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ പ്രൊഡക്റ്റുകൾ വന്ന് തേങ്ങയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊഡക്ട്സ് വന്നത് അങ്ങനെയാണ്. ആ രാജ്യങ്ങൾ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ്, നല്ലൊരു വിപണിയുമാണ്, സ്ട്രാറ്റജിക്കലായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണിത്. അത് മോഡിയുടെ ഒരു മാറി വന്ന, അപ്പം മോഡി എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഒരു പ്രോ അമേരിക്കൻ ആയിട്ടാണ് മോഡി തുടങ്ങിയത്. പക്ഷേ അദ്ദേഹം ഇപ്പം വന്ന് ഒരു പ്രോ അമേരിക്കൻ സ്റ്റാൻഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെതായ പ്രശ്നം അമേരിക്കയ്ക്ക് ഇപ്പോൾ മോഡിനോടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സന്ദർശനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നയതന്ത്ര ബന്ധമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ ബംഗ്ലാദേശിൽ വിഷയം ഉണ്ടായി, അവിടെ ചൈനയ്ക്ക് ആക്സസ് ഉണ്ടാവുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ അതിന്റെ കാരണം കൊണ്ട് ഈ ബ്രൂണോയിൽ അല്ലെങ്കിൽ ഈ സുൽത്താൻ്റെ അടുത്ത് പോയിട്ട് ആ രാജ്യമായിട്ട് ബന്ധം ഉണ്ടാക്കി, ആ രാജ്യവും ചൈനയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? ഈ സിംഗപ്പൂര് ഈ നമ്മുടെ ഇവരും തമ്മിൽ നല്ല ബന്ധത്തിലാണോ, അതോ നമ്മൾ അവിടെ ചെന്ന് ഒരു ബന്ധം ഉണ്ടാക്കി അവരുടെ ഈ ചൈനയോട് ബന്ധപ്പെട്ടിരിക്കുന്ന അതിർത്തി ആയതുകൊണ്ട് നമ്മുടെ ഒരു ബന്ധം ഒരു താക്കീത് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്? ഞാൻ ചോദിക്കുന്നത്. അല്ല, ചൈനയ്ക്ക് അവിടെ നല്ല സ്വാധീനമുണ്ട്. എനിക്ക് ഓൾറെഡി അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം മലേഷ്യയിലൊക്കെ ചൈനീസ് വംശജരും അവിടെ ലോക്കൽ ആയിട്ടുള്ള മലേഷ്യൻകാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രാജ്യം വിഭജിക്കപ്പെടുന്നതൊക്കെ. ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ വൻ ശക്തിയായി മാറുന്ന ചൈനയ്ക്ക് അവിടെ നല്ല സ്വാധീനമുണ്ട്. നമുക്ക് ബംഗ്ലാദേശിലുള്ളതുപോലുള്ള സ്വാധീനം ചൈനയ്ക്കുണ്ട്. പക്ഷെ അവർ ആന്റി ഇന്ത്യൻ അല്ല എന്നുള്ളതാണ്. പൊതുവെ അവർ ആന്റി ഇന്ത്യൻ അല്ല. പക്ഷെ മലേഷ്യയിലൊക്കെ ഇന്ത്യ വിരുദ്ധ ലോബിയുടെ കളി വളരെ സ്ട്രോങ് ആണ്, എസ്പെഷ്യലി ഈ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം അത് ഈ ബ്രൂണൈ ഇസ്ലാമിക രാജ്യമാണ്, മലേഷ്യ ഇന്തോനേഷ്യ ഒക്കെ മുസ്ലിം രാജ്യങ്ങളാണ്, സിംഗപ്പൂർ മുസ്ലിം രാജ്യമല്ല. അപ്പം ഈ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആന്റി ഇന്ത്യൻ കളി അവിടെ കളിക്കുന്നുണ്ട്. ഈ സാക്കിർ നായിക്കൊക്കെ അവിടെയാണ് ഇപ്പൊ താമസിച്ചിരിക്കുന്നത്, ഇവിടെ ഇന്തോനേഷ്യ. അപ്പൊ അതെന്ന് വെച്ചാൽ അവരെ പൂർണ്ണമായി ഉള്ള ബന്ധങ്ങൾ കൂടി കളഞ്ഞാൽ നമുക്കത് ക്ഷീണമാവും. പക്ഷെ നമ്മൾ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഇത്തരം
ഇന്ത്യ വിരുദ്ധത കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു പോളിസിയാണ് എടുക്കുന്നു തോന്നുന്നു. കാരണം മാത്രം മോഡി ഇപ്പം വളരെ മൈൽഡ് ആയല്ലോ, പണ്ടത്തെ മോഡി അല്ലല്ലോ ഇപ്പം. അല്ല ഒരു ആന്റി മുസ്ലിം ഇമേജ് ഒക്കെ മോഡി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതേ ഇല്ല, പുള്ളിക്ക് എക്കണോമി മുമ്പോട്ട് പോകണം. മുമ്പോട്ട് കൊണ്ടുവന്നുള്ളത് അല്ല, മോഡി ആന്റി മുസ്ലിം കേരളത്തിൽ തന്നെ ഇന്നാളത്തെ സന്ദർശനത്തോടു കൂടി തന്നെ പലരും ഉണ്ടാതായിട്ടുണ്ട്. ആന്റി മുസ്ലിംസ് കണ്ട ചുട്ടുന്നൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ അതെ, പുള്ളിക്ക് ഇപ്പൊ അതല്ല. അപ്പൊ മൂപ്പരെ സംബന്ധിച്ചാൽ രാജ്യത്തെ പുള്ളിയ എന്നുള്ളതാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റാൻഡ് വേണം, ആരെയും പിണക്കണ്ട എന്നുള്ള ലൈനിലാണ് മൂപ്പര് പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗം അപ്പൊ അവിടെയുള്ള ഒരു ഇന്ത്യ വിരുദ്ധമുള്ള സാധനം എസ്പെഷ്യലി ഇന്തോനേഷ്യയിലെയും മലേഷ്യയിലെയും ഒക്കെ കുറച്ച് കിടക്കുന്നുണ്ട്. കാരണം അവിടെ തീവ്രവാദ മുസ്ലിംസ് ഉണ്ടല്ലോ. തീവ്രവാദ മുസ്ലിംസ് ആണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്ക് സാധാരണക്കാരായിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റും. അപ്പോൾ ഒരു നേരിട്ടുള്ള റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ തീവ്രവാദികളുടെ സ്വാധീന ശക്തി കുറയ്ക്കാന്നുള്ളതാണ് അജണ്ട എന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിന്റെ കൂടെ ബിസിനസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.